സ്ട്രേറ്റ് അവേ അതിന്റെ ആൻസർ നോ എന്നാണ്. നമസ്കാരം. ഈ കേരള മീഡിയ പെയ്ഡ് എന്നൊരു ചോദ്യം ഏത് മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. സ്ട്രേറ്റ് അവേ അതിന്റെ ആൻസർ നോ എന്നാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. പെയ്ഡ് ന്യൂസ് എന്ന് പൊതുവെ വിവക്ഷിക്കുന്നത് പണം വാങ്ങി ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ ഒരു പ്രസ്ഥാനത്തിനോ വേണ്ടി വാർത്ത നൽകുക, വാർത്ത നൽകാതിരിക്കുക, അതായത് ഉള്ള വാർത്ത മൂടി വെക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ ഒരു വലിയ പ്രശ്നമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുകയും അതിനനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ സ്പെസിഫിക് ആയിട്ട് അതിന്റെ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിലുള്ള പെയ്ഡ് ന്യൂസ്, അതായത് ഒരാൾ അല്ലെങ്കിൽ ഒരു വലിയ മുതലാളി പണം കൊടുത്ത് അയാൾക്ക് താല്പര്യമുള്ള വാർത്ത പത്രങ്ങളിലോ ടെലിവിഷനിലോ വരുത്തുന്ന പെയ്ഡ് ന്യൂസ് എന്ന ഏർപ്പാട് നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങളിൽ ഇല്ല. അത് ഇതര സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്താണ് ഞാൻ ഇല്ല എന്ന് പറയുന്നത്. അതിനർത്ഥം പൂർണ്ണമായും ഒരു താല്പര്യവും ഇല്ലാതെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് എന്നല്ല. നിങ്ങളുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ചില പത്രങ്ങളിൽ അല്ലെങ്കിൽ ചില ടെലിവിഷൻ ചാനലുകളിൽ ഒരു ജുവല്ലറി മുതലാളി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബ്ലഡ് ഡൊണേഷന്റെ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി മാരത്തോൺ നടത്തുന്നു. അതല്ലെങ്കിൽ ഒരു ജുവല്ലറി മുതലാളി കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് എയർക്രാഫ്റ്റ് ഉള്ള ആളായി മാറുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവും. ഇതല്ലെങ്കിൽ ഒരു വസ്ത്ര സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി സൽമാൻ ഖാൻ വരുന്നു. അതല്ലെങ്കിൽ ഒരു വസ്ത്ര സ്ഥാപനത്തിന്റെ പുതിയ ഷോറൂം തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ദൈനംദിനം ടെലിവിഷനിലും അതുപോലെ തന്നെ പത്രത്തിലും ഒക്കെ കാണുന്നുണ്ടാവും. ഇത് പെയ്ഡ് ന്യൂസ് അല്ലേ എന്ന് ചോദിക്കാം. ഡയറക്ട്ലി അത് പെയ്ഡ് ന്യൂസ് അല്ല. മാരത്തോൺ ഓടുന്നു എന്ന് പത്രത്തിൽ വരുത്താൻ വേണ്ടി ഈ മുതലാളി പൈസ കൊടുക്കുന്നില്ല, പത്രത്തിനോ ചാനലിനോ പൈസ കൊടുക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ വാർത്ത വരുന്നത് എന്ന് ചോദിച്ചാൽ, ഈ മുതലാളി ഈ പത്രങ്ങളുടെയും ഈ ചാനലുകളുടെയും ഒക്കെ ക്ലയന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ എല്ലാ മാസവും പരസ്യ ഇനത്തിൽ പരസ്യം കൊടുക്കുന്ന ആളാണ്. പരസ്യം കൊടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിനും കൊടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലയൻസ് വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഉടമകൾ, വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, ജുവലറി ഉടമകൾ, വസ്ത്രശാലകളുടെ ഉടമകൾ, അതല്ല മറ്റു തരത്തിലുള്ള വലിയ സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും വരുന്നു. നമ്മളത് പെയ്ഡ് ന്യൂസിന്റെ പ്രകടമായ ഉദാഹരണം എന്നുള്ള നിലയിൽ കാണാൻ കഴിയില്ല എങ്കിലും പരോക്ഷമായ വിധത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പെയ്ഡ് ന്യൂസ് ആണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം, ഇപ്പോ നമ്മുടെ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. വസ്ത്രശാലകളിലെ ജോലിക്കാർക്ക്, സെയിൽസ് ഗേൾസിന് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാം. ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ പുതിയൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഉത്തരവ് ഇറക്കിയത് ഒരു സമരത്തിന്റെ കൂടി ഫലമായിട്ടാണ്. കേരളത്തിലെ സ്ത്രീ തൊഴിലാളികൾ സമരം ചെയ്തിട്ടുണ്ട് അവരുടെ സ്ഥാപനങ്ങളിൽ. പക്ഷെ അങ്ങനെ ഒരു സമരം നടന്നു എന്ന് ആരും പത്രത്തിൽ വായിച്ചില്ലല്ലോ, ടെലിവിഷനിൽ കണ്ടിട്ടില്ലല്ലോ. അതാണ് അക്കാര്യത്തിന്റെ വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്ലയൻസിന്റെ സ്ഥാപനങ്ങളിൽ ഒരു സമരം നടന്നാൽ അത് പത്രത്തിലോ ടി വിയിലോ വരില്ല. അതൊരു അത്ര വലിയ കമ്പല്ലിംഗ് ആയ ഒരു ന്യൂസ് അല്ലെങ്കിൽ വരില്ല. അതേമാതിരി തന്നെ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒരു ജുവല്ലറിയുടെ ഉൽപാദന യൂണിറ്റിൽ വലിയ മലിനീകരണം ഉണ്ടായി. സമീപവാസികൾ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് വിധേയരാകുന്നു എന്ന് ഭയപ്പെട്ട് അവർ സമരം നടന്നു. പക്ഷെ അങ്ങനെ ഒരു സമരം നടന്നതായും പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. കാരണം അത് പത്രത്തിലോ ചാനലിലോ വരില്ല. ഇതേമാതിരി നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. നിരവധി ഉദാഹരണങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സാലറി കൂടുതലിന് വേണ്ടി ഒരു കേരളത്തിലെ ഒരു വസ്ത്രശാലയിൽ, കുറേ ശാഖകളുള്ള ഒരു വസ്ത്രശാലയിൽ കുറെ ദിവസങ്ങളോളം സമരം നടത്തി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. ഇത് രാഷ്ട്രീയ നേതാക്കൾ പോലും ഇടപെട്ടു, തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ ഇടപെട്ടു. പക്ഷെ എന്നിട്ട് പോലും അതങ്ങനെ പുറത്തുള്ള ആളുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ട് പോലും പത്രങ്ങളിലോ ചാനലിലോ അതൊരു വാർത്തയായി വന്നില്ല. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥാപനം നടത്തുന്ന ആൾ ഈ പത്രത്തിന്റെയോ ചാനലിന്റെയോ ഒക്കെ ക്ലയന്റ് ആണ്. അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ട്. പരസ്യങ്ങൾ എന്നുള്ളതിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ പിന്നെ
നമ്മൾ ആലോചിക്കണം എങ്ങനെയാണ് ഒരു ഇൻഡിപെൻഡന്റ് ജേർണലിസം അല്ലെങ്കിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സാധ്യമാകുന്നത് എന്ന്. അത് നമ്മുടെ മാധ്യമ മേഖല അഭിമുഖീകരിക്കുന്ന ഒരു ഗൗരവമുള്ള പ്രശ്നമാണ്. അടിസ്ഥാനപരമായി അത് ഈ മാധ്യമങ്ങളുടെ ബിസിനസ് മോഡലിന്റെ പ്രശ്നമാണ്. നമ്മൾ അഡ്വർടൈസ്മെന്റ് മോഡലിലാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അതായത് ഒരു മാധ്യമത്തിന് പ്രവർത്തിക്കാൻ പണം ആവശ്യമുണ്ട്. ആ പണം കിട്ടുന്നത് പരസ്യത്തിൽ നിന്നാണ്. മറ്റ് ധനാഗമ മാർഗങ്ങൾ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവാണ്. ആ ബിസിനസ് മോഡലിൽ എപ്പോഴും ഈ തരത്തിലുള്ള ഫണ്ടുകളെ, റിസോഴ്സുകളെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരും. അത് അടിസ്ഥാനപരമായി ഈ പറഞ്ഞ പെയ്ഡ് ന്യൂസിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് നയിക്കുന്നുണ്ട്. ആ ഒരു ഗൗരവമായ പ്രശ്നം നമുക്ക് മാധ്യമ മേഖലയെ സംബന്ധിച്ച്, ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ഒരു വാർത്തയാണ് എന്നറിയാം, പക്ഷേ അതൊരു മുതലാളിക്ക് അത്ര ഇഷ്ടപ്പെടില്ല എന്ന് വെച്ച് ആ വാർത്ത കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ നേരിടും. അത് യഥാർത്ഥത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്. അതിന് എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ നമ്മളെ സംബന്ധിച്ച് നൽകാൻ കഴിയും. അപ്പോൾ എന്താണ് അതിന് ബദൽ എന്ന് ചോദിച്ചാൽ, ഇപ്പോ ആദ്യമേ ചോദിച്ചല്ലോ ഈസ് കേരള മീഡിയ പെയ്ഡ് എന്ന്. ഞാൻ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ പേ ചെയ്താലോ? ഞാൻ പറയുന്നത് വാർത്ത വരുത്താൻ വേണ്ടിയിട്ടല്ല. ഇപ്പോ ഒരാൾ ഒരു പത്രം വാങ്ങിക്കുമ്പോൾ, പണം കൊടുത്ത് പത്രം വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന തുക 5 രൂപ അല്ലെങ്കിൽ 6 രൂപ, യഥാർത്ഥത്തിൽ ഒരു പത്രം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതിന്റെ മൊത്തം ചെലവിന്റെ പകുതി പോലും ആകുന്നില്ല. ഒരു പത്രം അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ഒരാളുടെ, ഒരു ഉപഭോക്താവിന്റെ കയ്യിലേക്ക് എത്തണമെങ്കിൽ 15 രൂപയെങ്കിലും മിനിമം ആവും. പക്ഷെ നമ്മൾ 6 രൂപ കൊടുത്തിട്ടാണ് ഒരു പത്രം വാങ്ങിക്കുന്നത്. ന്യൂസ് ചാനലുകളെല്ലാം ഫ്രീ ടു എയർ ആണ്. ചാനൽ കാണാൻ ആരും പണം കൊടുക്കുന്നില്ല. പ്രൊവൈഡേഴ്സിന് കൊടുക്കുന്നുണ്ട്, കേബിൾ TV ഓപ്പറേറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് അവര് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ചാർജാണ്. മറിച്ച് ഈ ചാനലുകൾ നടത്തുന്ന ആളുകൾക്ക് കൊടുക്കുന്നില്ല. സമ്പൂർണ്ണമായി ഫ്രീ ടു എയർ ബേസിസിലാണ് ചാനലുകൾ സംപ്രേഷണം നടത്തുന്നത്. അപ്പോൾ ഈ സംവിധാനം, ഈ ബിസിനസ് മോഡൽ അനുസരിച്ച് 100% പരസ്യദാതാക്കളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇത് ആഗോളതലത്തിൽ തന്നെ പ്രശ്നമാണ്. 2-3 പതിറ്റാണ്ടിന് മുമ്പ് നോം ചോംസ്കി എന്ന വിഖ്യാത അമേരിക്കൻ നിരീക്ഷകൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് മാനുഫാക്ചറിംഗ് കൺസെന്റ്. അദ്ദേഹം എങ്ങനെയാണ് ജനങ്ങളുടെ സമ്മതി മാധ്യമങ്ങളാൽ നിർമ്മിക്കപ്പെടുന്നത്, എങ്ങനെയാണ് കൺസെന്റ് നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാ വാർത്തകളും ഒരു അരിപ്പയിലൂടെ കടന്നാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ആ അരിപ്പകളിൽ ഒരരിപ്പ ഈ പത്രസ്ഥാപനം അല്ലെങ്കിൽ ചാനൽ സ്ഥാപനം നടത്തുന്ന ഉടമസ്ഥന്റെ താല്പര്യമാണ്. രണ്ടാമത്തെ അരിപ്പ എന്ന് പറയുന്നത് ആ പത്രത്തിന് അല്ലെങ്കിൽ ആ ചാനലിന് പരസ്യം കൊടുക്കുന്ന പരസ്യദാതാവിന്റെ താല്പര്യമാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ന്യൂസ് എന്ന എൻ പ്രൊഡക്റ്റ് ഒരു അരിക്കലിന് വിധേയമാകുന്നു, ഒരു ഫിൽട്ടറിങ്ങിന് വിധേയമാകുന്നു. പരസ്യക്കാരൻ, പരസ്യം കൊടുത്ത ആൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കൂടി മുറിച്ചു മാറ്റിയ ഭാഗമാണ് വാർത്ത എന്നുള്ള നിലയിലേക്ക് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. അത് ആഗോള വ്യാപകമായി തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈ ബിസിനസ് മോഡൽ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് എന്ത് ബദൽ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, സബ്സ്ക്രിപ്ഷൻ മോഡിലേക്ക് പോയാൽ, നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട വാർത്തയ്ക്ക് നിങ്ങൾ 100% പേ ചെയ്യുകയാണെങ്കിൽ പിന്നെ പരസ്യക്കാരനെ ആശ്രയിക്കേണ്ട പ്രശ്നമില്ല. അങ്ങനെയുള്ള മാധ്യമങ്ങൾ സാധ്യമാണ് നമ്മുടെ നാട്ടിൽ. കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ പൂർണ്ണമായും സബ്സ്ക്രിപ്ഷൻ മോഡിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയ ഔട്ട്ലെറ്റ് ഇല്ല. പക്ഷേ നമ്മൾ ആകെ നാഷണൽ മെയിൻ സ്ട്രീമിനെ എടുത്താൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണിക്കാൻ കഴിയും. ദ വയർ എന്ന പോർട്ടൽ ഒരു പക്ഷേ കുറച്ചു പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദ വയർ എന്ന പോർട്ടലാണ് കഴിഞ്ഞ 2 വർഷം ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള, കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഭരണകൂടത്തെ ബുദ്ധിമുട്ടിക്കുന്ന മുഴുവൻ വാർത്തകളും ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ദ വയർ എന്ന ജേർണലിസ്റ്റ് കൂട്ടായ്മ നടത്തുന്ന മാധ്യമ സ്ഥാപനമാണ്. അവർ പരസ്യങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന മാധ്യമ പ്രവർത്തക സംഘമല്ല. അവർക്ക് ആരും പരസ്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് പരസ്യദാതാവിന്റെ താല്പര്യം അവർക്ക് സംരക്ഷിക്കേണ്ട. അവർ അവരുടെ വാർത്തയ്ക്ക് പേയ്മെന്റ് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അത് ആളുകൾക്ക് വേണമെങ്കിൽ വോളണ്ടറി ആയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ മോൾഡിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ന്യൂസ് ലോണ്ടറി പോലെയുള്ള മാധ്യമങ്ങളുണ്ട് ദേശീയ തലത്തിൽ. scroll.com പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ വരുന്നു. അപ്പോൾ ആ മൂശയിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ വളർന്നു വരിക എന്നുള്ളതാണ്. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം സാധ്യമാകണമെങ്കിൽ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജേർണലിസം സാധ്യമാകണമെങ്കിൽ, ആ ജേർണലിസത്തിന് ഒരു തരത്തിലുള്ള ചരടുകളും ഉണ്ടാകാൻ പാടില്ല, ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഒരു പരസ്യദാതാവ് വരുമ്പോൾ സ്വാഭാവികമായും പരസ്യദാതാവിന് പരസ്യദാതാവിന്റെ താല്പര്യം ഉണ്ടാകും. ഒരു ഉടമസ്ഥൻ, ഒരു വലിയ കോർപ്പറേറ്റ് ആണ് ആ സ്ഥാപനം നടത്തുന്നതെങ്കിൽ ആ കോർപ്പറേറ്റിന്റെ താല്പര്യം ഉണ്ടാകും. ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ മുതലാളി ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആരാ? മുകേഷ് അംബാനി.
ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപന ഉടമ ആരാണെന്ന് ചോദിച്ചാലും അതേ ഉത്തരമാണ് മുകേഷ് അംബാനി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ ഉടമയും ഒരാളാണ് മുകേഷ് അംബാനി. അപ്പോൾ മുകേഷ് അംബാനിയുടെ വാർത്താ സാമ്രാജ്യത്തിന് സ്വാഭാവികമായും മുകേഷ് അംബാനിയുടെ താല്പര്യങ്ങൾ, ബിസിനസ് താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വരുമല്ലോ. അതേമാതിരി തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചും. അതുകൊണ്ട് നാഷണൽ മെയിൻ സ്ട്രീമിനെ അനുകരിച്ച് കേരളത്തിലും ഇൻഡിപെൻഡന്റ് ആയ ജേർണലിസം നടക്കണം എങ്കിൽ സബ്സ്ക്രിപ്ഷൻ മോഡലുള്ള വാർത്താ സംഘങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ മട്ടിലുള്ള വാർത്താ സംഘങ്ങൾക്ക് മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജേർണലിസം പ്രൊവൈഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. എല്ലാ താല്പര്യങ്ങളും, ഇത്തരത്തിലുള്ള പരസ്യ താല്പര്യങ്ങൾ കൂടി മാറ്റിവെച്ചാലേ 100% നമ്മളെ സംബന്ധിച്ച് ഇൻഡിപെൻഡന്റ് ആയ സ്വതന്ത്രമായ മാധ്യമ ഉൽപ്പന്നം അതിന്റെ എൻ പ്രൊഡക്റ്റായി ജനങ്ങളിലേക്ക് എത്തും. ഞാൻ ആദ്യം പെയ്ഡ് ന്യൂസ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് നോ എന്ന് പറഞ്ഞതിന്റെ കാരണം, ചില ഇടങ്ങളിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അദ്ദേഹം ചിലപ്പോ പത്രത്തിന്റെ ഒരു പേജ് അങ്ങ് വാങ്ങും. അദ്ദേഹത്തിന് അനുകൂലമായും അദ്ദേഹത്തിന്റെ എതിരാളിക്ക് പ്രതികൂലമായും വാർത്തകൾ വരാൻ. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. എന്റെ സുഹൃത്തുക്കൾ അടക്കം പണിയെടുക്കുന്ന പത്രങ്ങളിൽ പോലും അങ്ങനെയുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് വിചാരിച്ചാൽ ഒരു മാധ്യമത്തിന്റെ പേജ് അല്ലെങ്കിൽ 2 പേജ് അങ്ങ് വാങ്ങി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെയുള്ള വാർത്തകൾ വരില്ല. അല്ലെങ്കിൽ ടെലിവിഷന്റെ എയർ ടൈം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വാങ്ങി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അത്രയും വാർത്തകൾ വരില്ല, അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമുള്ള വാർത്തകൾ വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ പെയ്ഡ് ന്യൂസ് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇല്ല എന്ന്. പക്ഷേ പരോക്ഷമായ രൂപത്തിൽ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫോമിൽ ഉണ്ട് താനും. അതിനുള്ള പരിഹാരം മാധ്യമ പ്രവർത്തനത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം കിടക്കുന്നത് ഇതിന്റെ സ്ട്രക്ചറിലാണ്, ഘടനയിലാണ്. ആ ഘടനയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ അനിവാര്യമായ കാര്യം. പക്ഷെ മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം പെയ്ഡ് ന്യൂസ് എന്നുള്ളതിനേക്കാളും ഫേക്ക് ന്യൂസ് എന്നുള്ളതാണ്. നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയെ തന്നെ ഒരു പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റി എന്നാണ് പറയുക. സത്യത്തിന് ശേഷമുള്ള സൊസൈറ്റി, ട്രൂത്തിന് ശേഷമുള്ള സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ വസ്തുതാപരമായ കാര്യങ്ങളെക്കാൾ പ്രാധാന്യം വൈകാരികമായി ആളുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കായിരിക്കും. ഒരു ഉദാഹരണം, ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ വൈകാരികമായി ആളുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വൈറലായി പ്രചരിപ്പിക്കുക എന്നുള്ളത് ഈ കാലത്തിന്റെ സ്വഭാവമായി മാറിയിരിക്കുന്നു. എന്തും വാർത്ത എന്നുള്ള രൂപത്തിൽ പ്രചരിപ്പിക്കാം എന്നുള്ള നില വന്നിരിക്കുന്നു. അത് ഫേക്ക് ന്യൂസിന്റെ കാലമാണ്. ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് അത് വളരെ വളരെ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു. ഈ ഫേക്ക് ന്യൂസിനെ എങ്ങനെ തിരിച്ചറിയും? നെല്ലും പതിരും വേർതിരിക്കുക എന്നൊരു പ്രക്രിയയായി മാധ്യമ പ്രവർത്തനം മാറുന്നു എന്നുള്ളതാണ് അതിലെ വലിയ, എനിക്ക് തോന്നുന്നു പെയ്ഡ് ന്യൂസിനേക്കാൾ വലിയ ഒരു മോൺസ്റ്ററായി ഫേക്ക് ന്യൂസ് അവിടെ നിൽക്കുകയാണ്. അതിന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു? ഒരു പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഫേക്ക് ആയ കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയുക? ഫേക്ക് ന്യൂസിനെതിരെ എങ്ങനെയാണ് ഒരു പോർമുഖം തുറക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനൊരു വഴിയേ ഉള്ളൂ. ഇപ്പോൾ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഫാക്ടിവിസ്റ്റുകളാകുക. ഫാക്ട് എന്താണ് എന്ന് കണ്ടെത്തുക, അത് പ്രചരിപ്പിക്കുക. അതിനുള്ള ടൂൾസ് നമ്മളെ സംബന്ധിച്ച് ലഭ്യമാണ്. അത് എത്ര കൃത്യമായി ഉപയോഗിക്കുന്നോ അത്രയും നമ്മുടെ സമൂഹത്തെ ഒരു ജനാധിപത്യ സമൂഹമായി നിലനിർത്താൻ കഴിയും. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ഒരു മിസ്ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ടാക്കിക്കൊണ്ട് പൊതുജനാഭിപ്രായത്തെ, പബ്ലിക് ഒപ്പീനിയനെ രൂപീകരിക്കുകയും അതുവഴി ഭരണകൂടങ്ങളെ വരെ ഇറക്കാനും പുതിയ ഭരണകൂടങ്ങളെ ഉണ്ടാക്കാനും നമ്മുടെ സാമൂഹിക അവസ്ഥയാകെ മാറ്റാനും ഒക്കെ കഴിയുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ സംബന്ധിച്ച് അപകടകരമാണ്. അത് കേവലം മാധ്യമങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയമല്ല, മറിച്ച് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ സത്ത, ജനാധിപത്യത്തിന്റെ ജീവസ് സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഞാൻ ഈ പറയുന്ന ഫാക്ടിവിസത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ള ജേർണലിസ്റ്റുകൾ പരിശ്രമിക്കുന്നത് ഒരു ഫാക്ടിവിസ്റ്റ് ആവാനാണ്. അതിനുള്ള പിന്തുണ ലഭിക്കേണ്ടത് പൊതുസമൂഹത്തിൽ നിന്നുമാണ്. ഒരു ചരടുമില്ലാതെ, ഒരു നിയന്ത്രണവും ഇല്ലാതെ ജേർണലിസം നടത്താനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ കൂടി ബാധ്യതയാണ്. അപ്പോൾ നമ്മൾ ആ നിലയ്ക്ക് ഫേക്ക് ന്യൂസിനെയും പെയ്ഡ് ന്യൂസിനെയും കാണുകയും എങ്ങനെ നമുക്ക് ഈ മീഡിയ എക്കോസിസ്റ്റത്തെ നിലനിർത്താൻ കഴിയുമെന്ന് ആലോചിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എഡിഷന്റെ ഇനാഗുറൽ ടോക്ക് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.